കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം നമ്മുടെ പെരിന്തൽമണ്ണക്കാരനായിട്ടുള്ള വിഘ്നേഷ് പുത്തൂരിനെ കുറിച്ചാണ്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അരങ്ങേറ്റ മത്സരത്തിൽ വിഘ്നേഷ് നേടിയ 3 വിക്കറ്റും രാജ്യം മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായി വിഘ്നേഷ് മാറി എന്നുള്ളതിൽ വലിയ അഭിമാനത്തിലാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും. പ്രത്യേകിച്ച് വിഘ്നേഷിന് ജന്മം നൽകിയ ജില്ല എന്നുള്ള നിലക്ക് മലപ്പുറം ജില്ലയും. വിഘ്നേഷിന്റെ ആ ആദ്യ കളിയിലെ പെർഫോമൻസ് ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. ആദ്യമായി കിട്ടിയ അവസരത്തിൽ തന്നെ ഒരു മാച്ചിൽ 3 വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഒരു ക്രിക്കറ്റ് പ്ലെയറെ സംബന്ധിച്ചിടത്തോളം അവന്റെ കരിയറിലെ ഏറ്റവും നല്ല തുടക്കമായിട്ടാണ് എല്ലാ ആളുകളും അതിനെ വിലയിരുത്തുന്നത്. ആ മത്സരം കഴിഞ്ഞതിന് ശേഷം വിഘ്നേഷിനെ കുറിച്ചാണ് മുഴുവൻ ചർച്ചകളും നടക്കുന്നത്. വിഘ്നേഷിന്റെ പെർഫോമൻസിനെ കുറിച്ചും വിഘ്നേഷിന്റെ IPLിലേക്കുള്ള വരവിനെ കുറിച്ചും IPLിൽ ഒരു ഡ്രസ്സിംഗ് റൂമിൽ ഇരിക്കാൻ ഒരവസരം കിട്ടിയെന്നുള്ള വലിയ സന്തോഷമൊക്കെ പങ്കുവച്ചിട്ടുള്ള വിഘ്നേഷിനെ കുറിച്ച്. പക്ഷെ ആദ്യ മത്സരത്തിൽ ഒരു അവസരം കിട്ടിയ വിഘ്നേഷ് രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ആ വിഘ്നേഷിന്റെ ഈ പെർഫോമൻസിന്റെ പിന്നിൽ വിഘ്നേഷിന്റെ മനസ്സുകൂടി ഉണ്ട് എന്ന് വിഘ്നേഷിന്റെ പിന്നീടുള്ള ഓരോ സമയവും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. വിഘ്നേഷും കുടുംബവും അതിയായ സന്തോഷത്തോടു കൂടിയാണ് തന്റെ മകന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ മകന്റെ ആ IPL അരങ്ങേറ്റത്തെ കുറിച്ച് പറയുന്നത്. അവൻ അവസരം കിട്ടിയതിന്റെ പേരിൽ അവർ വലിയ സന്തോഷവാന്മാരായി പറയുമ്പോഴും വിഘ്നേഷ് അതൊരു വലിയ സ്വപ്നമായി സമൂഹത്തോട് സംസാരിക്കുമ്പോഴും അവർ ഒരാളെ മറന്നുപോയില്ല. ആ മറന്നു പോകാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് ഷെരീഫ് എന്ന് പറയുന്ന ഒരാളെയാണ്. സ്വന്തം വീടിന്റെ മുമ്പിലെ റോട്ടിൽ ക്രിക്കറ്റ് കളിച്ച വിഘ്നേഷിനെ സ്വന്തം കൂടെയുണ്ടായിരുന്ന ഷെരീഫാണ് ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിരന്തരമായി പറയുന്നത്. വിഘ്നേഷിന്റെ സ്കില്ലിനെയും വിഘ്നേഷിന്റെ ചെറുപ്രായത്തിൽ തന്നെയുള്ള പെർഫോമൻസിനെയും കണ്ട ഷെരീഫ് വിഘ്നേഷ് നിർബന്ധമായിട്ടും ക്രിക്കറ്റ് ക്യാമ്പിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്. പക്ഷേ എല്ലാ ഉയരങ്ങളിലും എത്തി IPL പോലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് ആദ്യത്തെ കളിയിൽ തന്നെ മികച്ച പെർഫോമൻസും കാഴ്ചവെച്ചുകൊണ്ട് ആ വിഘ്നേഷും കുടുംബവും പത്രക്കാരോട് സംസാരിക്കുമ്പോഴും അതല്ലെങ്കിൽ വിഘ്നേഷിന്റെ ഉയർച്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അന്ന് റോട്ടിൽ കളിച്ച് അതല്ലെങ്കിൽ ഒരു വയലിൽ കളിച്ച് ആ വയലിൽ നിന്ന് വിഘ്നേഷിനെ കയ്യും പിടിച്ച് ക്യാമ്പിലേക്ക് കൊണ്ടുപോയ ഷെരീഫിനെ അവർ മറന്നുപോയില്ല. അതവരുടെ മനസ്സിന്റെ വലുപ്പമായിട്ടാണ് കാണുന്നത്. അവർക്ക് വേണമെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. ഷെരീഫ് തന്നെ പറഞ്ഞ പോലെ അവർക്ക് വേണമെങ്കിൽ അത് വിഘ്നേഷിന്റെ ഒരു മനസ്സിന്റെ വലുപ്പമാണ് അവൻ എന്നെ പറഞ്ഞത്. ആ കുടുംബത്തിന്റെയും മനസ്സിന്റെ വലുപ്പമാണ് എന്നെ പറഞ്ഞത്. എന്നെ പറഞ്ഞില്ലെങ്കിൽ ആരും അറിയില്ലായിരുന്നു. പക്ഷേ തങ്ങളുടെ മകന്റെ ഉയർച്ചയിൽ അതല്ലെങ്കിൽ വിഘ്നേഷ് സ്വന്തം ഉയർച്ചയിൽ പിന്നിട്ട വഴികൾ മറന്നുപോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ്. ആ സന്ദേശത്തിൽ ഏറ്റവും മനോഹരമായ ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ മഹേഷ് എന്ന് പറയുന്ന മനോരമ പത്രപ്രവർത്തകനോട് ലേഖകനോട് ഈ ഷെരീഫ് പറയുന്നുണ്ട്. ഞാനും വിഘ്നേഷുമൊക്കെ അവന്റെ വീട്ടിലിരുന്ന് MS ധോണിയുടെയും അതല്ലെങ്കിൽ അന്നത്തെ എല്ലാ ക്രിക്കറ്റ് പ്ലെയറുടെയും കളികൾ ഞങ്ങൾ കണ്ടിരുന്നു. പക്ഷേ വിഘ്നേഷ് അവരുടെ കൂടെ കളിക്കാൻ ഭാഗ്യമുള്ള ഒരാളാകുമെന്ന് ഞങ്ങൾക്ക് വിചാരമില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ കളി കഴിഞ്ഞ് MS ധോണി തോളിൽ തട്ടിയിട്ട് വിഘ്നേഷിനോട് കുശലാന്വേഷണം ചോദിക്കുമ്പോൾ മനസ്സ് നിറഞ്ഞുപോയി. അങ്ങനെ ഒരു രംഗം പറഞ്ഞു കേൾക്കുമ്പോൾ എന്ന് പറയുമ്പം അതൊരു വല്ലാത്ത സന്ദേശം. വിഘ്നേഷിന് ഇനിയും കൂടുതൽ പെർഫോമൻസുകൾ കാഴ്ചവെക്കാൻ വേണ്ടി നമുക്കൊക്കെ പ്രാർത്ഥിക്കുകയും അവന് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യാം. വിഘ്നേഷിനെ പോലത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെ ജില്ലയിൽ നിന്നും സംസ്ഥാനത്തു നിന്നും രാജ്യത്തേക്ക് ഉയർന്നു വരേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. ആ വിഘ്നേഷിന്റെ നല്ല മനസ്സിന് നമുക്ക് എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. എത്ര ഉയരങ്ങളിലെത്തിയാലും ഞങ്ങളെ കൈപ്പിടിച്ച് വളർത്തിയവരെയും ഞങ്ങളെ കൊണ്ടു നടന്നവരെയും മറക്കാത്ത ആ കുടുംബത്തിനെയും നമുക്ക് മികച്ച ഒരു ഉദാഹരണമാക്കി മാറ്റാം. വിഘ്നേഷിനും വിഘ്നേഷിന്റെ കുടുംബത്തിനും ഒരു ബിഗ് സല്യൂട്ട്.